ബംഗ്ലാദേശിൽ ഇപ്പോൾ അജ്ഞാതന്മാരുടെ ഒരു പുണ്ടു വിളയാട്ടമാണ്. നമുക്കറിയാം, പാകിസ്ഥാനിലും മറ്റുമൊക്കെ അജ്ഞാതർ നോട്ടപ്പെടുന്നതും തട്ടിക്കളയുന്നതും മറ്റും ഭീകരവാദികളെയാണ് എങ്കിൽ ഇപ്പോൾ ബംഗ്ലാദേശിലേക്ക് വരുമ്പോൾ അവിടുത്തെ എണ്ണം പറഞ്ഞ നേതാക്കളെ തന്നെയാണ്. ഇതിന്റെ പിന്നിൽ ബംഗ്ലാദേശിന്റെ ഇടക്കാല സർക്കാർ ഭരിക്കുന്ന യൂനസ് ആണ് എന്ന് മുൻപ് കൊല്ലപ്പെട്ട ഹാദിയുടെ സഹോദരൻ തന്നെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഏതായാലും ഇപ്പോൾ വരുന്ന വാർത്ത മറ്റൊരു നേതാവ്, അതായത് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി BNPയുടെ നേതാവ്, ആ പാർട്ടി ഇപ്പോൾ അധികാരത്തിൽ വരുമെന്നൊക്കെയാണ് സർവേകൾ കാണിക്കുന്നത്. അതിന്റെ നേതാവായ അസുയൂർ മുസബിൻ ആണ് വെടിയേറ്റ് മരിച്ചത്. അദ്ദേഹം BNPയുടെ ഒരു ഉന്നത നേതാവായിരുന്നു. ധാക്കയിലെ ഒരു ഹോട്ടലിന് മുൻപിൽ വസുന്ധര മാർക്കറ്റിന് സമീപമുള്ള ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ഇറങ്ങുമ്പോഴായിരുന്നു ഈ തുരി ബസാർ പ്രദേശത്ത് വെച്ച് അദ്ദേഹത്തിന് വെടിയേൽക്കുന്നത്. ഇദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു നേതാവിനും വെടിയേറ്റിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നിലയും ഗുരുതരമാണ്. ഇതോടുകൂടി തന്നെ നിലവിൽ ഇപ്പോൾ ഈ സംഘർഷങ്ങളൊക്കെ ആരംഭിച്ചതിന് ശേഷം ബംഗ്ലാദേശിൽ കൊല്ലപ്പെടുന്ന 4ാമത്തെ നേതാവാണ് ഈ പറയുന്ന ഇംഗ്ലാബഞ്ചിന്റെ നേതാവായിരുന്നു ഹാദിയെങ്കിൽ ഇപ്പോൾ BNPയിലേക്ക് കൂടെ അത് മാറിയിരിക്കുന്നത്. അതായത് ഈ തെരഞ്ഞെടുപ്പ് നടക്കാതിരിക്കുന്നതിന് വേണ്ടി, ഇല്ലെങ്കിൽ അത് അങ്കലാപ്പിലാക്കുന്നതിന് വേണ്ടിയോ, ഇല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇത്തരം പാർട്ടികളും സംഘടനകളും ജയിച്ച് കയറാതിരിക്കുന്നതിന് വേണ്ടിയിട്ടോ ഒരു ഭയം വിതറുന്നതിന് ആരൊക്കെയോ ബംഗ്ലാദേശിൽ ശ്രമം നടത്തുന്നുണ്ട്. അത് ബംഗ്ലാദേശിലെ ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ വിഭാഗവും ഒപ്പം തന്നെ യൂനസിന്റെ പങ്കുമൊക്കെയാണ് പലരും അതിൽ ചൂണ്ടിക്കാട്ടുന്നത്. പക്ഷേ എന്നാൽ യൂനസും സംഘവുമായിട്ട് അത് ഇന്ത്യയിൽ നിന്നുള്ള ഒരു അജ്ഞാത സംഘമാണ് എന്നാണ് പറയുന്നത്. മുൻപ് നമ്മൾ കണ്ടതാണ്, ഹാദിയുടെ കൊലപാതകത്തിനുമൊക്കെ തുടർന്ന് അതിലെ പ്രധാന പ്രതി ഇന്ത്യയിലേക്കൊക്കെ രക്ഷപ്പെട്ടു എന്ന് പറയുന്ന ഒരു കാഴ്ചയും കണ്ടു. ഏതായാലും ഇപ്പോൾ ബംഗ്ലാദേശിൽ ഏതായാലും അജ്ഞാതൻ പൂണ്ട് വിളയാടുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.